ഉണ്ട് ഉണ്ട്. ആ തുണിയാകളെ സാര ആ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഇന്നലത്തെ പോലെ താമസിച്ചു കേട്ടോ. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കണ്ണാടി വാങ്ങിച്ചു, പുതിയൊരു ഗ്ലാസ് മേടിച്ചു, പഴയത് നല്ലതാക്കി കേട്ടോ. അത് സ്ക്രാച്ച് ഒക്കെ വീണായിരുന്നു, അതൊക്കെ ശരിയാക്കി. അപ്പൊ അതിന് കയറി. പിന്നെ വീട്ടിലിടാൻ ചപ്പലില്ലായിരുന്നു മുത്തിന്, അപ്പം ചപ്പല് മേടിച്ചു. കുറഞ്ഞതാട്ടോ, വീട്ടിലിടാനുള്ളതല്ലയോ. പിന്നെ മോനുകുട്ടൻ ഒരു ചെരുപ്പ് മേടിച്ചു. മോനുകുട്ടന് ഇഷ്ടപ്പെടുമോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു. മോനുകുട്ടനെ ഇട്ട് നോക്കാം. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടോ? ഇട്ട് നോക്കി. ഷൂ ഒന്നുമില്ല, ഷൂ ഉണ്ടല്ലോ. ഇത് ഷൂ അല്ല, സ്ലിപ്പർ എന്ന് പറയുന്നത് അതുപോലത്തെ അച്ഛൻ്റെ ഉത്തരം. മോനുകുട്ടന്റെ ചെരുപ്പ് എങ്ങനെയുണ്ട്? അപ്പൊ ഷൂ വേണോന്ന് എന്നോട് പറഞ്ഞത്. സ്കൂൾ ഷൂ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് അതുപോലെ അവിടെ വെച്ചേക്കും. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ മോനുകുട്ടൻ എന്നോട് കാണിച്ചത്. വഴക്കിട്ട് ഷൂ മേടിപ്പിച്ചിട്ട് അത് അവിടെ വെച്ചേക്കും. ഒരു ഷൂ മേടിച്ചാൽ ഒരു വാശി ഇട്ട് കളഞ്ഞു, അത്രേ ഉള്ളൂ. അമ്മയുടെ കുട്ടിയല്ലേ, ഒരു വാശി. ആളമൊക്കെ ശരിയാട്ടോ. പിന്നെ ഇത് മേടിക്കാൻ കയറി. പിന്നെ ഇങ്ങോട്ട് വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഹാങ്കർ, തുണി കഴുകുന്ന ബ്രഷ്, ഒരു മാർക്കർ മേടിച്ചു. പിന്നെ ടേപ്പ്, ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് എനിക്കാട്ടോ. പിന്നെ കുഞ്ഞു ബിസ്ക്കറ്റ് ഇല്ല, അത് വാങ്ങിച്ചു. പിന്നെ ഒരു കോൺഫ്ലെക്സിന്റെ മിക്സർ, ഇത് മുത്തിന് കൊടുത്തു വിടാൻ കേട്ടോ. പിന്നെ മേടിച്ചത് ഒരു ടിഷ്യൂ വാങ്ങിച്ചു. ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു. നാളെ രാവിലെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ബ്രെഡ് മേടിച്ചത്. അപ്പം നാളെ ജോലിക്ക് പോകണം, ഉച്ച വരെയെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പൊ രാവിലെ ആ ഉള്ള സമയത്ത് എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കാമല്ലോ. അപ്പൊ അല്ലെ പാചകത്തിന് കയറിയ പിന്നെ ആ വഴി അങ്ങ് പോകും. അതുകൊണ്ടാണ് ബ്രെഡ് മേടിച്ചത് കേട്ടോ. പിന്നെ വേറെ എന്താണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. മാമിയുടെ ഇതൊക്കെ കയറി. ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടില്ലായിരുന്നേ. ഇവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഒന്നും മേടിച്ചില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. എനിക്ക് ഇച്ചിരി ചോറ് വേണമെന്നൊക്കെ ഉണ്ടായതുകൊണ്ട് മാമിയുടെ അടുക്ക ഞാൻ ഇച്ചിരി ചോറ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ രാജനിലൊന്ന് കയറി. അതാണ് ഇത്രയും താമസിച്ചത് കേട്ടോ. രാജനി കയറി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുത്തിന് 2 ബുക്ക് മേടിച്ചു. അത്യാവശ്യത്തിന് പഠിക്കാൻ പോവല്ലേ, അതുകൊണ്ട് 2 ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. ചെല്ലുന്ന ദിവസം തന്നെ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനോ വാങ്ങിക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരു തോർത്ത് മേടിച്ചു. അത് ഇച്ചിരി ചെറുതാ, വലിയ തോർത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ തോർത്തും മേടിച്ചു. പിന്നെ ഇതുപോലത്തെ ഒരു ബെഡ്ഷീറ്റും 2 മേടിച്ചു കേട്ടോ. ഇതുപോലത്തെ അല്ല, ഇത് ഭയങ്കര ചൂടെടുക്കുന്ന ബെഡ്ഷീറ്റില്ലേ, അതുപോലത്തെ 2 ബെഡ്ഷീറ്റ് മേടിച്ചു കേട്ടോ. തണുപ്പാണെന്ന് പറയുന്നു. അപ്പൊ അറിയത്തില്ല, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുവരെ ഒന്ന് മുത്തിനങ്ങ് കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു. ഒന്ന് പിന്നെ എനിക്ക് വേണം. പിന്നെ 2-3 കർച്ചീഫും മേടിച്ചു. മുത്തിന് കർച്ചീഫ് നിർബന്ധമാണ്, അതുകൊണ്ട് ഇരുന്നൊക്കെ പഴകിപ്പോയി. ഇതിലെ 3 മേടിച്ചത്.
ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇന്ന് മേടിച്ചത്. അപ്പൊ നാളെ ശനിയാഴ്ച വൈകിട്ട് 4:45 നമ്മൾ പോകുന്ന ബസ്. എന്തിനാ ഇപ്പൊ? അപ്പം ശനിയാഴ്ച വൈകിട്ട് 4:45 ബസ്സിനാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോ ഞായറാഴ്ച രാവിലെ അവിടെ ചെല്ലും. അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടിയത് കൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച വൈകിട്ട് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് ചെന്നാൽ രാവിലെ നമ്മൾ തിങ്കളാഴ്ച അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി കോളേജിലോട്ട് പോകേണ്ടി വരും. എന്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. കാരണം ഈ യാത്രയെന്ന് പറയുന്നത് എന്നെ എല്ലായിടത്തും എനിക്കും ഞാനങ്ങ് എന്താ പറയുന്നത് വല്ലാത്ത അസ്വസ്ഥതകളാണ് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മോന് അപ്പു എന്നോട് പറഞ്ഞു, ആന്റി ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ചത്തെ ബസ്സിന് കയറിയാല് തിങ്കളാഴ്ച രാവിലെ അവിടെ വന്ന് പരവേശം പിടിച്ച് പോകേണ്ടി വരും. അപ്പൊ ആന്റിക്ക് ചിലപ്പം പറ്റത്തില്ല. അതുകൊണ്ട് ശനിയാഴ്ച ടിക്കറ്റ് എടുക്ക് നോക്കി വരാൻ പറ. അങ്ങനെ നമ്മൾ ശനിയാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്തത്. ശനിയാഴ്ച ഇവിടെ വെച്ചാൽ മതി. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ ഞായറാഴ്ച അപ്പൊ അവിടെ ചെന്ന് നമുക്ക് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്ത് കാര്യങ്ങളെല്ലാം ഒന്ന് അടിയിപ്പൊക്കെ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. അപ്പം എന്നിട്ട് തിങ്കളാഴ്ച കോളേജിൽ ചെന്ന് കാര്യങ്ങളെല്ലാം ശരിയാക്കി നമ്മൾ അന്ന് വൈകിട്ട് തിരിച്ചിങ്ങോട്ടുള്ള ബസ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പോരും കേട്ടോ. അതാണ് നമ്മുടെ യാത്രയുടെ പ്ലാനിങ്. ദൈവം എല്ലാം അനുവദിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാവട്ടെ അല്ലെ. ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട്, ആശീർവാദങ്ങളുണ്ട്. എന്റെ മുട്ടിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ പഠനത്തിനായിട്ട് പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും വീണ്ടും വീണ്ടും ചോദിക്കുവാണ്. ഒരുപാട് പേര് എനിക്ക് കമന്റിലൂടെ ഇട്ടു പുറത്ത് പോയി പഠിക്കുകയാണ്, ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പെടരുതെന്ന് മുത്തിനോട് പ്രത്യേകം പറയണമെന്നൊക്കെ ഞാൻ അന്ന് കമന്റ് വായിച്ചിരുന്നില്ലേ. അപ്പൊ ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത്. നമ്മുടേതല്ലാത്ത ഒരു നാടാണ്. അവിടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും പോകരുത് എന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പൊ എന്നെ പോലെ ഒരുപാട് അമ്മമാരുടെ ഉപദേശങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കമന്റൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം മനസ്സിലേറ്റി ദൈവചിന്തയോടെ പോയി വരാൻ അനുഗ്രഹിക്കട്ടെ അല്ലെ. നമുക്ക് അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്നിപ്പം ഇത്രയും കാര്യം എനിക്ക് സത്യമായിട്ടും ഇന്ന് മെനഞ്ഞാന്ന് തുടങ്ങിയ ഒരു അസ്വസ്ഥതയാണ് ഇപ്പോഴും ഉണ്ടത്. ഞാൻ ഇന്ന് ഇപ്പൊ ഇതെല്ലാം ഒന്ന് എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് വേറെ കുറച്ച് ജോലികളുണ്ടെന്ന് വെച്ചാല് ഈ തോർത്തിന്റെ ഒക്കെ സൈഡൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി കൊടുക്കണം, അതൊന്ന് ഒലച്ചിടണമെന്നുണ്ട്. പിന്നെ മോനിക്കുട്ടന്റെ ഡ്രസ്സ് നാളെ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സൊന്നും എടുത്തു വെച്ചില്ല, അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. എന്റെ ഇടാനുള്ള ഡ്രസ്സ് നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന്റെ ഏതാ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതെന്നറിയാവോ? നമ്മുടെ ജൂലൈ 24 ഇട്ട ഡ്രസ്സാണ്. ഫ്രോക്ക് മോഡൽ ഒരു ഡ്രസ്സ് ഇട്ടില്ലേ, അത് എന്റെ പ്രിയങ്ങൾക്കെല്ലാം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. അത് 480 രൂപയുടെ ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ആ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. അല്ലാതെ ഞാൻ ആ ഫ്രോക്ക് മോഡൽ ഉപയോഗിക്കുന്നതല്ല. പിന്നെ ഈ ഒരെണ്ണമാണ് എനിക്ക് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ഉള്ളത്, എനിക്ക് ഞൊറിവുള്ളത്. അതങ്ങനെ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഞാൻ മുത്തിന് ഒരു ഷർട്ട് മേടിച്ചിരുന്നു, ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ആ ഷർട്ട് മുത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാനത് ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോളൂ, ഞാനിത് അങ്ങ് വാങ്ങിച്ചു കേട്ടോ. ഷർട്ട് ആവശ്യത്തിനുണ്ടായിരുന്നു, ഷർട്ട് മേടിച്ചില്ല. അപ്പൊ ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് ഈ ടോപ്പ് കണ്ടപ്പോൾ എനിക്കങ്ങ് ആഗ്രഹം തോന്നി. അത് അത്രയും നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ അതുകൊണ്ട് അത് മേടിച്ചതാ കേട്ടോ. അപ്പൊ അതിട്ടോണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇത് മോനുകുട്ടൻ വരച്ച പടങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ബട്ടർഫ്ലൈ വരച്ചിട്ടുണ്ട്. ഇതാരാന്നറിയാം? ഞാൻ. ഇത് കണ്ടോ, മോനുകുട്ടനും അച്ചാച്ചനും കേട്ടോ. ആപ്പിള് പറിക്കാൻ ഏണി വെച്ച് കേറുക. ഗ്രീനിന്റെ ഇത് കൊള്ളാം അല്ലേ? എല്ലാം എന്റെ മോനിക്കുട്ടൻ വരച്ചതാട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും വരച്ചിട്ടുണ്ട്. അല്ലേ എന്റെ മോനിക്കുട്ടന്റെ ഡ്രോയിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ബാംഗ്ലൂരല്ല, ബംഗളൂരു. അവിടെ കൊണ്ടുപോകും കേട്ടോ. എനിക്ക് അവിടെ പടം പഠിക്കാൻ പോകാൻ ഭയങ്കര ഉത്സാഹത്തിലിരിക്കുക. പോകാൻ ഭയങ്കര ഉത്സാഹത്തിലിരിക്കുക. പോയി ഇവരെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാണ് ഞാൻ. അപ്പൊ
ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുക്കാനൊക്കെ മുത്ത് റെഡിയായിട്ട് നിൽക്കും. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരും. എന്തുവാടാ വായി നിറച്ച് കിടക്കുന്നത്? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. മുത്ത് എന്റെ പ്രിയങ്ങളോട് ഇപ്പൊ നാളത്തെ വീഡിയോ എടുക്കുമ്പോ ചിലപ്പോ നാളെ ഇനി നമ്മൾ ഇതുപോലെ നിന്ന് ചിലപ്പോ വീഡിയോ എടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം മുത്ത് നിങ്ങളോട് എന്റെ പ്രിയങ്ങളോടെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടെല്ലാമായിട്ട് നാളെ കോളേജിലേക്ക് പോവാണ് എന്നൊരു യാത്ര പറച്ചില് പറയല്ലേ. ഞാൻ പറഞ്ഞ പോരല്ലോ, നീ പറയണ്ടേ? ഞാൻ നാളെ വൈകിട്ട് ഇവിടുന്ന് പോകും. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും വേണം, ഉണ്ടെന്നറിയാം. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ബാംഗ്ലൂരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മുഖം ശ്രദ്ധിച്ചു വെച്ചോളാം. എന്തേലും ഇടങ്ങേർ ഒപ്പിക്കുന്നോ നോക്കിക്കോളാം കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. എന്റെ മുത്തിനോട് നമുക്ക് അത്യാവശ്യം വളരെ വേണ്ടപ്പെട്ട കുറച്ചു പേര് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയത്തില്ല. എന്നാലും നമ്മുടെ ശനിയാഴ്ച പോകുന്നുള്ള കാര്യം മുത്തി എന്ന് യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞവരൊക്കെ അവരോട് പറഞ്ഞ ഒരേ ഒരു വാക്ക്, അമ്മയെ മറക്കരുത്, അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനൊത്ത് ഇടപെടാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം, പഠിക്കണം, അമ്മയെ മറക്കരുത് എന്ന് തന്നെ എല്ലാരും പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് ഹൃദയത്തിലേക്ക് പോകുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാരോടുമായിട്ട് പറഞ്ഞതാട്ടോ, എന്റെ മുത്ത് നാളെ പഠിക്കാൻ പോവാണ്. ഈ ഇത്രയും നാടൻ കുടുങ്ങി ആയത് എങ്ങനെയാണെന്ന് എല്ലാരും ചോദിക്കുന്നു കേട്ടോ. പഴയ വീഡിയോക്കകത്തൊക്കെ ഭയങ്കര ആക്ടിങ് ആ, ഇപ്പൊ എല്ലാം ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ നമുക്ക് നേരെയാക്കി എടുക്കണം, നമുക്ക് യൂട്യൂബർ ആക്കണം, യൂട്യൂബ് എടുക്കണം, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെയുണ്ട്. പക്ഷെ വോയിസ് ഇടാൻ വയ്യ, ഫേസ് കാണിക്കാൻ വയ്യ എന്നൊക്കെയാ പറയുന്നത്. അപ്പം എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്താ പറയുന്നത്, മാലാഖമാരുടെ കരങ്ങളിൽ താങ്ങിക്കൊള്ളട്ടെ അല്ലേ. ഈ ബാഗ് എന്തോന്? ഒരു ലോഡ് കളറിംഗ് ബുക്കും അതിന് വേണ്ടുന്ന സ്കെച്ചും പെൻസിലും എല്ലാം തേണ്ട ഒരാളിരുന്ന് പാക്ക് ചെയ്യുന്നു ബാഗിനകത്ത്. എന്റെ പൊന്നോ, അത്രയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്, അതെല്ലാം ഒന്ന് മടക്കി വെക്കണം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാട്ടോ. നിരത്തി ഇട്ടേക്കുവാണ്. മേശപ്പുറത്തിരിക്കുന്ന സാധന സാമഗ്രികളൊക്കെ കണ്ടോ. ഇത് സോപ്പ് പൊടിയാട്ടോ, സോപ്പ് പൊടി. ഇനി മെഡിസിൻ എല്ലാം ഒന്ന് എഴുതി വെക്കണം. കാർമിസൈഡ്, മൂക്കിലൊഴിക്കുന്ന മരുന്ന്, ഹാങ്കർ ഇപ്പൊ നമ്മൾ മേടിച്ചോണ്ട് വന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ബൈബിള്. ഇതൊക്കെ മുത്തിന്റെ സാധന സാമഗ്രികളൊക്കെയാണ്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ അതിനകത്ത് എടുത്തു വെച്ചു. ഇനി ബാക്കിയും കൂടെ എടുത്തു വെക്കണം. ഇത് ഉപ്പേരിയും ഏത്തക്ക ഉപ്പേരി കേട്ടോ, മധുരം ഉള്ളതും അല്ലാത്തതും ഒക്കെയാ. അത് മാമി തന്നതാണേ. താങ്ക് യു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു സാധനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് സാധനം കേട്ടോ. എന്താണെന്നറിയാമോ, എല്ലാവരും ഒത്തിരി വീഡിയോ ഒക്കെ ഞാൻ കണ്ടു മോമോസ് കഴിക്കുന്നതിനെ പറ്റിയെ. അപ്പൊ എനിക്കൊരു കൊതിയൊക്കെ തോന്നുന്നു. അറിയാലോ എന്റെ സ്വഭാവം എന്റെ പ്രിയങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. മോമോസിനെ കേൾക്കുമ്പോൾ എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും അല്ല, നമുക്ക് അറിയത്തില്ല. ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്, നോക്കാം, കഴിച്ചു നോക്കാം. നല്ല ചൂടൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഞാന് മതിയോ ചുരിദാർ തയ്ക്കാൻ എടുത്തോണ്ട് വന്നേ. ചുരിദാറും തയ്ക്കണം. പിന്നെ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നില്ല ഇടയ്ക്ക് 2 ടോപ്പ് എടുക്കാനൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ അത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കഴുത്ത് എനിക്കിങ്ങനെ കഴുത്തിറങ്ങി കിടക്കുന്ന ഇഷ്ടമല്ല ഞാൻ. അപ്പൊ ഇതൊന്ന് ചേർത്ത് വെച്ച് തയ്ക്കും, അത് തയ്ക്കണം. പിന്നെ മുത്തിന്റെ തോർത്തൊക്കെ സൈഡൊന്ന് അടിക്കണം. ഇന്ന് നമുക്ക് ഇതെല്ലാം ചെയ്യണം. അപ്പം നമ്മൾ ഇന്ന് ഒത്തിരി താമസിച്ച് അത്താഴം കഴിക്കാൻ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിച്ചിട്ട് തുണിയൊക്കെ തയ്ച്ചെടുത്ത് വെക്കണം. അപ്പം ഞാൻ മാമിയുടെ അടുക്കൽ കുറച്ച് ചോറ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അവിടെ ചിക്കൻ കറി വെച്ചായിരുന്നു, അതുമൊക്കെ തന്നിട്ടുണ്ട് മാമി. അപ്പൊ ഞാൻ ഇച്ചിരി ചോറുണ്ണും, എനിക്ക് ചോറുണ്ണാതെ പറ്റത്തില്ല. അതുകൊണ്ട് ചോറ് ഇച്ചിരി ഉണ്ട്. എന്നിട്ട് നമുക്ക് മോമോസ് നോക്കാം കേട്ടോ. പിന്നെ ഇവർക്ക് എന്തോ ഷവായി മന്തി വേണമെന്ന് പറഞ്ഞാൽ അതും ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വിശപ്പൊക്കെ ആയി, അതിന് മണമൊക്കെ അടിച്ചപ്പോ വിശപ്പ് കൂടി. അതുകൊണ്ട് അത് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം തയ്ച്ച് റെഡിയാക്കി കൊണ്ടുവെക്കണം. ഇതൊന്ന് തേക്കണം, ഒരു ടോപ്പ് ഒന്ന് തേച്ച് റെഡിയാക്കാനുണ്ട്. അത്
അത് നമുക്ക് നാളെ പകല് തേക്കാം എന്ന് വിചാരിച്ചു. ഇതൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ മെറ്റീരിയൽ അതുപോലത്തെ നല്ല എന്താ പറഞ്ഞ അതിന്റെ പേരറിയത്തില്ല, തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചുളുങ്ങിയിരിക്കത്തില്ല, അതേപോലത്തെ കേട്ടോ ആ മെറ്റീരിയൽ. അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. മന്തി വിളമ്പുവാണ്. മന്തി എനിക്ക് ഈ മന്തി, കുഴിമന്തി, ഷവായി, അൽഫാം ഇതൊന്നും എനിക്കത്ര അങ്ങനെ കഴിക്കണമെന്ന് തോന്നാത്ത സാധനങ്ങളാട്ടോ. പിന്നെ ഇവർക്ക് വേണ്ടി മേടിക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ സാധനം വേണ്ട. ഷവായി അല്ല, ഷവായി മന്തി. ഷവായി അത് മന്തി. ഷവായി മന്തി. അപ്പൊ ഇന്നത്തെ ഇവരുടെ അത്താഴമാണ് ഈ ഇരിക്കുന്ന സബായി ചിക്കൻ. എന്തോ എനിക്കറിയത്തില്ല. ഞാൻ ഇച്ചിരി ചോറുണ്ണട്ടെ കേട്ടോ. അമ്മ ചോറാണോ? അമ്മ ചോറ, അമ്മയ്ക്ക് ചോറ് മതിയേ. എന്നിട്ട് നമുക്ക് നമ്മുടെ മോമോസ് ഒന്ന് നോക്കിയാലോ. എന്തോ മോമോസ് എനിക്കാ, പോയാട്ടെ അങ്ങോട്ട്. 2 പേർക്കൂടെ മന്തി മതി എന്നാ പറഞ്ഞേ. പിന്നെ ഒരെണ്ണം ഞാൻ തരാം, പോട്ടെ. നമുക്ക് നമ്മുടെ മോമോസ് എന്തുവാ നോക്കട്ടെ. എന്തുവാ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനം കേട്ടോ. എന്തോരം വീഡിയോ കാണുന്ന മോമോസ് മോമോസ് മോമോസ്. എന്തോ ഈ സാധനമെന്ന് ഞാനങ്ങ് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും. മോമോസ്, ഇതാണോ മോമോസ്? ഫ്രൈഡ് മോമോസ്. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ. ഇത് സോസ് ആയിരിക്കും അല്ലേ? വേറെ സോസ് ഉണ്ട് ഇവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു മോമോസ് കേട്ടോ. ഭയങ്കര രുചിയായിട്ട് തോന്നി. 2 പേർക്കും കൊടുത്തു. ഇനി ഇത് എനിക്കാ. മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് വന്നപ്പം ഇത് മതിയെന്നൊക്കെ തോന്നുന്നു 2 പേർക്കും അല്ലേ? നല്ല ഇത് കഴിച്ചിട്ട് ഇനി എനിക്ക് ചോറിനാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. 2 പേരും അവരുടെ മന്തിക്കകത്തെ ചിക്കന്റെ കഷ്ണമൊക്കെ എനിക്ക് ഇച്ചിരി അവിടെ വെച്ചിട്ടുണ്ട്. അതിലിട്ട് കഴിക്കുക. ഇച്ചിരി ചോറും ഉണ്ട്. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പം അടൂർ ഒരു കടയിൽ നിന്ന് നമ്മള് അന്നാണ് ആദ്യമായിട്ട് ഈ മന്തി എന്നുള്ള പേര് കേൾക്കുന്ന പോലും കേട്ടോ. അങ്ങനെ മന്തി മേടിച്ചു. അത് സൂപ്പർ ആയിരുന്നു. ആ ചോറുണ്ട നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനകത്ത് ചിക്കനോ കറിയോ ഒന്നും സോസ് ഒന്നും ഇല്ലാതെ ആ ചോറുണ്ട നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ എപ്പോഴോ മന്തി മേടിച്ച് അതിനോട് അങ്ങ് മടുപ്പായിപ്പോയി. ആ രുചിയില്ലാത്ത മന്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിക്കത്തുമില്ല, കഴിക്കത്തുമില്ല. ഇത് 2 ടൈപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ഫ്രൈഡ് അല്ലാത്തതും ഒന്ന് ഫ്രൈഡ്, ഒന്ന് പുഴുങ്ങിയത്. അത് ഞാൻ ആദ്യം അതാണ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മുത്തു പറഞ്ഞത് അത്ര പോരാതെ, അതുകൊണ്ടാണ് ഇത് ചെയ്തത് കേട്ടോ. ഇത് 8 പീസ് അല്ലായിരുന്നു. ഇത് 8 പീസാണ്. 8 പീസിന് 130 രൂപ. പിന്നെ നമ്മള് ഓർഡർ ചെയ്ത് വരുത്തിയത് കൊണ്ട് അതിന്റെ സർവീസ് ചാർജ് കൂടെ അത്രേ ഉള്ളൂ. ഞങ്ങളെ ഇന്ന് വൈകിട്ട് വരും. ഇറങ്ങിയിട്ടുണ്ട്, വന്നിട്ടില്ല. നമ്മുടെ കൂടെ വരാൻ വേണ്ടിട്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോ മുത്തുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഞാനും മോനുകുട്ടനും അല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവനെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അവർക്ക് കിട്ടിയ മന്തിക്കകത്തെ ചിക്കൻ എനിക്ക് പങ്കുവെച്ചു ഇവിടെ വെച്ചിട്ട് പോയതാട്ടോ. ഇത് കുക്കുംബർ. ഞാൻ തന്റെ ഒരു 1/2 സ്പൂണ് ചോറെടുത്ത് ഇച്ചിരി ചമ്മന്തിപ്പൊടി അങ്ങ് കഴിക്കാനാട്ടോ. എന്നിട്ട് ഇവിടെ കുറേ പണികളും എൻ്റെ പ്രിയങ്ങളെ ഇവിടെ ഒത്തിരി ജോലികൾ കിടക്കുന്നു. എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കുക. എല്ലാം അടുക്കി പെറുക്കി ഒതുക്കിയൊക്കെ വെക്കട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് നിർത്താം. നാളെ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാട്ടോ. അപ്പം നാളത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ നാളെ യാത്രയിലായിരിക്കും. ഈ സമയത്ത് വണ്ടിയിലായിരിക്കും.
ഇങ്ങനത്തെ വീഡിയോ ആയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാട്ടോ. ലോങ് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാമേ. എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ദിവസം കാണാട്ടോ. ടാറ്റ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.